ഹായ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒരു ഫുൾ വീഡിയോ ആണ്. ഒരു ഈവനിങ് വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എണീറ്റപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട്. 8 മണി 8:15 ആയിട്ടുണ്ട്. അപ്പം മക്കൾ രണ്ടുപേരും നേരത്തെ എണീച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അപ്പു 6 മണി കഴിഞ്ഞാൽ അപ്പു പിന്നെ കിടക്കില്ല. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ അപ്പം എണീറ്റ് പോരണം. ബെഡിലൊന്നും കിടക്കില്ല. പക്ഷേ വാമി നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. വാമി എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കുറേ നേരം വേണമെങ്കിൽ അവിടെ ബെഡിലൊക്കെ കിടന്നോളും ചിഞ്ചുൻ്റെ കൂടെ. പക്ഷെ അപ്പൂസൻ എണീറ്റ് കഴിഞ്ഞാൽ നേരെ കിച്ചണിലേക്കാണ് പോവുക. എനിക്കും അങ്ങനെയാണ് കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പാണ്. അപ്പോൾ അതേപോലെ തന്നെ അപ്പൂനും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ നേരെ അടുക്കളയിൽ പോയപ്പോൾ കറിയൊക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ. അമ്മ എണീറ്റപ്പോഴേ ഏകദേശം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമൊക്കെ ഉറങ്ങുമ്പോൾ നേരത്തെ ഉറങ്ങുമായിരുന്നു. ഇപ്പം കുഞ്ഞിപ്പാറൊക്കെ ഉറങ്ങാനായിട്ട് ഒത്തിരി ലേറ്റാവും. 12 മണിയൊക്കെ ആവും ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ. അപ്പോൾ പിന്നെ നേരത്തെ 6 മണിയൊക്കെ ആകുമ്പോൾ എണീക്കാനായിട്ടുള്ളൊരു ശേഷിയും കിട്ടില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഇച്ചിരി ലേറ്റായിട്ടാണ് എണീക്കലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ. 9 മണിയൊക്കെ ആകും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിയുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ 7 മണി ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിംഗ് എല്ലാം കഴിയും. രാവിലെ തന്നെ ഒരു വലിയൊരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക. ഭയങ്കര ഒരു സമാധാനമാണ്. കിണറ്റിലെ വെള്ളം, നല്ല പച്ചവെള്ളം രാവിലെ തന്നെ കുടിക്കുമ്പം. അങ്ങനെ അപ്പോസൻ അങ്ങനെ എപ്പോഴൊന്നും മടിയിൽ കയറി ഇരിക്കാറില്ല കേട്ടോ. ഇപ്പോൾ വയറ് ഭയങ്കര വലുതായതുകൊണ്ട് അപ്പോൾ അങ്ങനെ മടിയിൽ വന്ന് എപ്പോഴൊന്നും അങ്ങനെ ഇരിക്കാറില്ല. പക്ഷെ ഇന്നിപ്പോൾ എന്താ അറിയില്ല, ഞങ്ങൾക്ക് നല്ല മടിയിലൊക്കെ ഇരിക്കാനുള്ള മൂഡായിരുന്നു. രാവിലെ നല്ല കളിയൊക്കെ ആയിരുന്നു കേട്ടോ. വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചെറുപയർ കറിയായിരുന്നു കേട്ടോ. നല്ല ഗ്രേവിയൊക്കെ ഉള്ള ചെറുപയർ കറിയായിരുന്നേ. അങ്ങനെ ദോശയും ചെറുപയർ കറിയും ഒക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴേ ഞങ്ങൾക്ക് ഓർമ്മ വന്നു, അയ്യോ വാമി അവിടെ ഉണ്ടല്ലോ, വാമീനെ വിളിച്ചില്ലല്ലോ ഒന്ന്. ഭാഗ്യം. ചില സമയത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിണങ്ങിയിരിക്കും കേട്ടോ, എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അപ്പൂനോട് പറഞ്ഞു വാമീനെ വിളിക്കാനായിട്ട്. അപ്പോൾ അപ്പൂനൊന്ന് ഭയങ്കര നാണമുള്ള ദിവസമായിരുന്നു. ചില സമയത്ത് നാണമായിരിക്കും, ചില സമയത്ത് ഭയങ്കര കൂട്ടായിരിക്കും, ചില സമയത്ത് ഭയങ്കര തല്ലായിരിക്കും. അപ്പോൾ ഇന്ന് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ രാവിലെ തന്നെ നാണമായിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു വിളിക്കാനായിട്ട്. അപ്പോൾ വാമിക്ക് ഭയങ്കര സങ്കടം. രാവിലെ തന്നെ ഇവരെ മൂഡ് മാറ്റാൻ ഭയങ്കര പണിയാണ് കേട്ടോ. ചില സമയത്ത് എണീക്കുമ്പോൾ തന്നെ നല്ല ഹാപ്പി ആയിട്ടാവും എണീക്കുക. ചില സമയത്ത് മൂഡ് ഔട്ടായിട്ട് അങ്ങനെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാളുടെയും മൂഡ് ശരിയാക്കാൻ കുറേ പണിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പക്ഷെ വലിയ കുഴപ്പമില്ലാതെ രണ്ടാളും കഴിക്കാനൊക്കെ ഇരുന്നു. അപ്പൊ കഴിക്കണേക്ക് വാമി, അപ്പൊ കറിയൊക്കെ മുക്കിയിട്ട് കഴിക്കുക വാമി. വാമി അങ്ങനെ കഴിക്കട്ടെ. അപ്പോ കറി മുക്കിയിട്ട് ഇന്ന് രണ്ടാൾക്കും ഭക്ഷണം കഴിക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അപ്പം അമ്മമ്മ രംഗത്തിറങ്ങി. അമ്മമ്മ ഓരോന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് രണ്ടാളും കഴിക്കുക. ഒരാൾക്ക് കറി വേണം, അപ്പോൾ മറ്റൊരാൾക്കും കറി വേണം. ഒരാൾക്ക് കറി വേണ്ട, അപ്പോൾ മറ്റൊരാൾക്കും കറി വേണ്ട. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഒരു അരദോശയൊക്കെ അറൗണ്ട് കഴിച്ചിട്ടുള്ളൂ തോന്നുന്നുണ്ട് രണ്ടുപേരും. ഇന്ന് രാവിലെ കഴിക്കൽ ഭയങ്കര ശോകമായിരുന്നു. പക്ഷെ അമ്മമ്മ എങ്ങനെയൊക്കെയോ വയറ് നിറപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പാലൊക്കെ കൊടുത്തു. ഞാൻ രാവിലെ ബൂസ്റ്റാണ് കേട്ടോ കഴിച്ചത്. ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ബൂസ്റ്റാണ് കഴിച്ചത്. ഞങ്ങൾ ചായ കുടിക്കുന്നത് ഭയങ്കര കുറവാണ്. എല്ലാവരും ചായ കുടിക്കാറില്ല പൊതുവേ. അപ്പോൾ പാല്, വെള്ളം അല്ലെങ്കിൽ ഹോർലിക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ് അങ്ങനെ ഇടാറുള്ളൂ. ഇവരുടെ കഴിക്കൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവരെപ്പോഴും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വഴക്കൊക്കെ ഇട്ട് ലാസ്റ്റ് രണ്ടുപേരും ഭയങ്കര കൂട്ടായി. ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുക്കലായി. ഭയങ്കര ലവായി കേട്ടോ. പെട്ടെന്ന് വഴക്ക് കൂടും, പെട്ടെന്ന് ലവാവും. ഭയങ്കര പ്രത്യേകതയാണ് ഇവർ രണ്ടുപേരും കാര്യത്തിൽ. അപ്പം ഞാനും അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, വാമിക്കൊക്കെ പോവാനായി, എൻ്റെ ഡെലിവറി ടൈമൊക്കെ ആവാനായല്ലോ. അപ്പോൾ വാമിയുടെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കുട്ടികളൊക്കെ ഭയങ്കര കുറവാണ്. ആ ഒരു ഏരിയയിൽ കുട്ടികളൊന്നും ഇല്ല. ഇപ്പം വാമിക്കൊരു ബേബി ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കാവും. ഇവിടുന്ന് ഇത്രയും കളിത്തിരക്കിൻ്റെ ഇടയിൽ പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ശോകമാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഈ കൂട്ടത്തിലൊന്നും പെടാത്ത ഒരാളുണ്ട്, ഞങ്ങൾ ജിംപി ചേച്ചിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫുഡ് കഴിക്കണം എന്നൊന്നുമില്ല. എണീറ്റ് കഴിഞ്ഞാൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ആൾക്ക് വിശപ്പ് വരുള്ളൂ. അപ്പോൾ ആളിപ്പോഴും സ്റ്റിൽ TV കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഫ്രിഡ്ജിൻ്റെ അടുത്തുനിന്നൊരു സൗണ്ട് കേട്ടോ. അതിൽ ചിക്കനാണ് ഗൈസ്. ജിംബു
പിന്നെ എന്താണെന്നറിയില്ല, അന്ന് ജിംബുവിന് രണ്ടാളെയും മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കാൻ തോന്നിയ ദിവസമായിരുന്നേ. അപ്പോൾ വാമീനതേ മുടിയൊക്കെ കോംബ് ചെയ്ത് ക്ലിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് സമയത്താണ് വിൻചേട്ടൻ വിളിച്ചത്. അപ്പോൾ വിൻചേട്ടനെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര നാണമായി. അപ്പോൾ അവിടെ ഒളിഞ്ഞ് നിൽക്കുക കേട്ടോ കള്ളത്തി. പിന്നെ അടുത്തതായിട്ടത് അപ്പൂനെ കൊടുന്നിട്ടുണ്ട്. അപ്പൂന് മുടിയൊന്നും അത്രയ്ക്ക് ഇല്ല, പക്ഷെ ചെറുതായിട്ടൊരു ക്ലിപ്പൊക്കെ ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആളും ഒരു കുഞ്ഞു ക്ലിപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിൻചേട്ടൻ ചോദിക്കുക, ഡ്രസ്സ് പുതിയത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആൾ സൈസ് കൂടി കേട്ടോ ജിംബു. അപ്പം ആദ്യമൊക്കെ സൈസ് കുറേ നാൾ ഒരേപോലെ തന്നെ ആയിരുന്നു, പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ട് പെട്ടെന്ന് സൈസ് കൂടി വരിക. അപ്പോൾ ഡ്രസ്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട അവസ്ഥയായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ വീണ്ടും കറികളുടെയൊക്കെ പരിപാടി തുടങ്ങി. ഇന്ന് ചക്കക്കുരു മുരിങ്ങയുടെ ഇല കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ കുറേ അധികം ചക്കക്കുരു കിട്ടി നമുക്ക്. അപ്പോൾ ചക്കക്കുരു ഒക്കെ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ അപ്പോസിന് ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ ചക്കക്കുരുവിൻ്റെ തൊലി കളയുക, ഉള്ളി തൊലി കളയുക, പയറിൻ്റെ കുരു കളയുക, അതൊക്കെ ആൾക്ക് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യും കേട്ടോ. പക്ഷേ ജിംബു നേരെ തിരിച്ചിട്ടാണ് കേട്ടോ. ജിംബുവിന് അങ്ങനെ വലിയ അടുക്കളപ്പണി പ്രത്യേകിച്ച് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ജിംബുവിന്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിപ്പാറൊക്കെ എണീച്ചിട്ടുണ്ട്. ആളെണീക്കുമ്പോഴേക്ക് 10 മണി 9 മണി 10 മണിയൊക്കെ ആവും കേട്ടോ. ഒത്തിരി ലേറ്റായിട്ട് എണീക്കുക. രാവിലെ എണീറ്റിട്ട് കുറച്ച് കളിച്ച് പിന്നെ അങ്ങ് ഉറങ്ങുന്നതാണ്. പിന്നെ എണീക്കുമ്പോൾ 10 മണിയൊക്കെ ആവും. അങ്ങനെ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു. പിന്നെ നടുവിൽ ജസ്റ്റ് മുറിക്കുക, അത്രേ വേണ്ടുള്ളൂ കേട്ടോ കറി. അങ്ങനെ ആ പണി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ മുരിങ്ങയുടെ ഇല കൊണ്ടുവന്നു കേട്ടോ. എന്നോട് കുറച്ച് പേര് ചോദിക്കാറുണ്ട്, അവിടെ എപ്പോഴും ഇലക്കറികളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ എന്ന്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രഗ്നൻ്റ് ആണ്, പിന്നെ അനിയത്തി ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കണം. അപ്പോൾ 2 പേർക്ക് ഇലക്കറികൾ അത്യാവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നും മിക്ക ദിവസങ്ങളിലും നമ്മളെപ്പോഴും ഈ ഇലക്കറികൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ 2 ദിവസമായിട്ട് ഞാനിങ്ങനെ ചെയ്യാൻ വെച്ചൊരു കാര്യമാണ്, ഒരു കഫ്താൻ്റെ ഒരു കൊറിയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഫീഡിങ് കഫ്താനാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ട് 2-3 ദിവസമായി ചെയ്യണമെന്ന് വെച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അനിയത്തിയും അമ്മൂട്ടിയും ഒക്കെ തിരക്കുള്ള ദിവസങ്ങളായിരുന്നു. പ്രൊജക്റ്റിൻ്റെ തിരക്കുണ്ടായിരുന്നു അവർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ ടൈമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ആൾക്ക് കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ തിരക്കിനിടയിൽ വേഗം തന്നെ ചെയ്തു. ഇപ്പോൾ എനിക്ക് അങ്ങനെ എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ, കാരണം വയറിൻ്റെ മേലെ വയ്ക്കുമ്പോൾ ഭയങ്കര പ്രഷറാണ്. അപ്പോൾ ആൾ പിന്നെ നല്ല വെയിറ്റും കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ എടുക്കാൻ പോകാറില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അടുത്ത പണി കിട്ടി കേട്ടോ. ഇന്ന് തോരൻ ബീട്രൂട്ടായിരുന്നു. അപ്പോൾ ബീട്രൂട്ട് കട്ട് ചെയ്യേണ്ട പരിപാടി എനിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ബീട്രൂട്ട്, ക്യാരറ്റ് അങ്ങനത്തെ കട്ട് ചെയ്യാൻ ഭയങ്കര പ്രഷർ എടുക്കണം കേട്ടോ. പിന്നെ രാവിലെ തുടങ്ങിയ ഇരിപ്പാണ് കേട്ടോ ഞാനിത്. കാരണം രാവിലെയൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ പണികളൊക്കെ വേഗം കഴിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഉച്ച ഒക്കെ ആകുമ്പോഴേക്കും നല്ല ടയർഡാവും, എല്ലാ പണികളും ഒരുമിച്ചാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ കട്ടിങ് എല്ലാം ഞങ്ങൾ രാവിലെ തന്നെ വേഗം തീർക്കും കേട്ടോ. എന്നിട്ട് പിന്നെ പതിയെ കറികളും തോരനും ഒക്കെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് ബീട്രൂട്ട് അതുപോലെ ക്യാരറ്റ് ഒക്കെ കഴിക്കണം ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു കേട്ടോ. അതിൻ്റെ സ്മെല്ല് ഒട്ടും പറ്റില്ലായിരുന്നു. പക്ഷേ എന്നും ഞങ്ങൾ ഇവിടെ തോരൻ ഉണ്ടാക്കുമ്പം ബാക്കിയാവുന്ന എപ്പോഴും അമ്മ പറഞ്ഞ്, ഇന്ന് ഞങ്ങൾ കുറച്ച് ബീട്രൂട്ട് ഉണ്ടാക്കിയുള്ളൂ, കുറച്ച് തോരൻ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം നല്ലൊരു രസം കേട്ടോ, നല്ലൊരു ഫ്ലേവറൊക്കെ. കുറേ ഉണ്ടാക്കുമ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. പക്ഷേ ഇന്ന് കുറച്ചുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഉള്ളിയുടെയൊക്കെ സ്മെല്ലൊക്കെ ആയിരുന്നു കൂടുതൽ എടുത്ത് കാണിച്ചിരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളിത് ഇന്നലെ ചക്ക ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ചെറുതായി കട്ട് ചെയ്ത് ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചു കേട്ടോ. പണ്ട് അച്ചമ്മ ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു, ഇതുപോലെ കുറേ ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു ചക്ക വരട്ടിയിട്ട്. ഇത് പക്ഷേ ചക്ക ജസ്റ്റ് വേവിച്ചിട്ട് അതിൽ ജസ്റ്റ് ശർക്കരപ്പാനി ഇട്ടേ ഉള്ളൂ കേട്ടോ. ഞാനിതൊക്കെ ആലോചിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ സെയിം ഈ കാര്യം പറഞ്ഞു കേട്ടോ. കാരണം അച്ചമ്മയ്ക്കാണ് ഈ പരിപാടിയൊക്കെ ഉള്ളത്. ചക്ക, മാങ്ങ കാലൊക്കെ ആയിക്കഴിഞ്ഞ് ഇതൊക്കെ വരട്ടി വെക്കുക. അതുപോലെ പുളിമരൊക്കെ ഉണ്ടായ സമയത്ത് നിറയെ പുളി വീടുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഉപ്പിട്ട് വെക്കുക, ഉണക്കി ഉപ്പിട്ട് വെക്കുക എന്നൊക്കെ അച്ചമ്മയുടെ ഒരു ഫേവറേറ്റ് ഹോബിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ സമയത്തൊക്കെ അങ്ങനത്തെ ഫുഡാണ് എനിക്ക് ഭയങ്കര കഴിക്കാൻ തോന്നുന്നത്. ചക്ക വരട്ടിയത്, ചക്ക മാങ്ങ ഒക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇപ്പം. പക്ഷേ ഇപ്പോൾ അതൊന്നും കഴിക്കാനും കിട്ടുന്നില്ല, അതാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ ഇന്ന് അമ്മ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഒരു കറി ഉണ്ടാക്കി, കറിയല്ല ഒരു സോയാബീൻ ഫ്രൈ എന്ന് പറയും കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അതൊക്കെ മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ. പക്ഷേ ഞാൻ പറയാം, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും, വലിയവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാവും.
സോയാബീൻ ആദ്യം ഒന്ന് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് തിളച്ച് അത് കഴിഞ്ഞിട്ട് നന്നായി പിഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതിടുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, വഴറ്റൊന്നും വേണ്ട, എല്ലാം കൂടെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ചിക്കൻ മസാല, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കുക. നന്നായിട്ട് ഉപ്പിട്ട് നന്നായി തിരുമ്മിയതിന് ശേഷം അത്യാവശ്യത്തിന് ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായി തിളച്ചതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില, മല്ലിയില ഒക്കെ തൂവി കൊടുക്കുകയാണെങ്കിൽ നല്ല കുട്ടി ഇപ്പോൾ നന്നായിട്ട് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൊട്ടിലുള്ള ഒരു ഹാങ്ങിങ് ഒക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നന്നായിട്ട് കളിക്കും കേട്ടോ. അനിയത്തി പിന്നെ നല്ല പ്രൊജക്റ്റിൻ്റെ പണികളിലൊക്കെയാണ്. ഇന്നത്തെ മക്കൾ ടെൻ്റൊക്കെ ഉണ്ടാക്കിയ ദിവസമാണ് കേട്ടോ. ഡൈനിങ് ടേബിളിൻ്റെ അവിടുത്തെ ചെയറുകളെല്ലാം വലിച്ചിട്ടിട്ട് കുറേ പുതപ്പുകളൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ടെൻ്റൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ജിംബുവിന് മാത്രമേ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മറ്റു 2 പേർക്ക് കൂടെ കിടക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ ആൾ. അപ്പോൾ അമ്മ അതിനിടയ്ക്ക് നൈസായിട്ട് ഫുഡ് കൊടുക്കുക. അപ്പോൾ പിന്നെ വേഗം ഫുഡ് കഴിക്കുമല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ സോയാബീൻ ഫ്രൈ ഒക്കെ റെഡിയായി. ഇത് പക്ഷേ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര ഡ്രൈ ആവണ്ട, ഒരു സെമി ഗ്രേവി ആവുമ്പോൾ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ തണുക്കുന്ന സമയത്ത് നന്നായിട്ട് അത്യാവശ്യം തിക്കാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടിപൊളി ലഞ്ച് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ നൈസായിരുന്നു ലഞ്ച് കേട്ടോ. കാരണം ചോറ്, മുരിങ്ങയുടെ ഇല, ചക്കക്കുരു കറിയാണ്. ചക്കക്കുരു നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു ഓംലെറ്റിൻ്റെ ഒരു കുഞ്ഞു പീസ് ഉണ്ടായിരുന്നു. പിന്നെ ബീട്രൂട്ട് തോരൻ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എന്നോടൊപ്പം 2-3 പേരൊക്കെ പറയുന്നുണ്ട് വീഡിയോ കൊള്ളാം, അടിപൊളിയാവുന്നുണ്ട്. എനിക്ക് പക്ഷേ ഈ വീഡിയോ ഒന്നും എടുത്തിട്ട് വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഫോട്ടോഗ്രാഫറുടെ ഭാര്യയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ വീഡിയോ ഒന്നും എടുത്തിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതുകൊണ്ട് അതിൽ കുറേ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഓരോ വീഡിയോയിലും അത് മാറ്റാൻ ശ്രമിക്കാറുണ്ട്, കുറേശ്ശെ ബെറ്ററാക്കി വരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.